പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യുക എന്ന് തുടങ്ങുമ്പോൾ എല്ലാവരും പറയാറുണ്ട്, നിങ്ങൾ എവിടെയാണോ, നിങ്ങളുടെ അടുത്ത് എന്താണോ ഉള്ളത് അത് വെച്ച് തുടങ്ങുക എന്നാ പറയും. അത് എങ്ങനെയാണ് എന്ന് പല പ്രാവശ്യം ചിന്തിക്കുമ്പോഴും നമുക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അധികം ഉണ്ടാവാറില്ല. കാരണം എനിക്ക് അത് ചെയ്യാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം വീക്കാണ്, അല്ലെങ്കിൽ എൻ്റെ അത് തുടങ്ങാനുള്ള എൻ്റെ സമ്പത്തില്ല എന്ന് പല രൂപത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്, അതിൽ നിന്ന് പിന്നോട്ട് പോവാണ്. പക്ഷെ ജീവിതത്തിൽ പല അനുഭവങ്ങളും നമ്മളെ ആ ഒരു പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ജീവിതത്തിൽ ഓരോ സ്ഥലങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ ബോധമില്ലാത്ത ഒരു അവസ്ഥയിൽ പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത്. അപ്പൊ ജീവിതത്തെ ഏറ്റവും മനോഹരമായി കൊണ്ടുപോകണമെങ്കിൽ ബോധത്തിലാവുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമാണ്. അതോടൊപ്പം നമ്മൾ എനർജറ്റിക് ആയി മാറുക. എനർജി എന്നുള്ളത് നമ്മളുടെ അകത്തുനിന്ന് തന്നെ എല്ലാ സമയത്തും ഉണ്ടായിക്കൊണ്ടേയിരിക്കേണ്ട ഒരു കെമിക്കൽ പ്രൊഡ്യൂസിങ്, ഒരു കെമിക്കൽ പാർട്ട് ഓഫ് ബോഡിയാണത്. ഈ ലോകത്ത് പല പല കെമിക്കൽ റിയാക്ഷൻസും സംഭവിക്കാറുണ്ട്, നമുക്കറിയാം. പക്ഷെ അതിനേക്കാൾ ഏറ്റവും പ്രധാനമാണ് നമ്മളുടെ ശരീരം എന്നുള്ളത്. ഈ ശരീരത്തിനകത്ത് നടക്കുന്ന കെമിക്കലുകൾ ഭയങ്കരമായിട്ടുള്ള പല പല പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നതിന് വേണ്ടിയും ദഹന പ്രക്രിയകളും ചിന്തകളും നമ്മുടെ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും വലിയ ഒരു കലവറയാണ്, ഒരു കെമിക്കൽ ഫാക്ടറിയാണ് നമ്മളുടെ ശരീരം. അപ്പൊ നമ്മളൊരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയിരുന്നു. കോഴിക്കോട് അപ്പോളോ ഡിമോറയിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരാം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഞാൻ അവിടെ ഇരുന്നത്. പക്ഷേ സംസാരിച്ച് ഏകദേശം ഒരു 10:30 മണി കഴിഞ്ഞിട്ടുണ്ടാവും എനിക്കവിടെ തിരിച്ചു പോരാൻ. ഞാൻ നോക്കിയപ്പോൾ പിന്നെ ട്രെയിൻ ഉള്ളത് 3 മണിക്കാണ്, പിന്നെ എനിക്കുള്ളത് ബസ്സാണ്. തിരൂരിലേക്ക് എനിക്ക് ബസ്സിന് വരണം. അപ്പൊ ഞാൻ ബസ്സിന് പോവാൻ തയ്യാറായി നിന്ന് അവിടെയുള്ള ഒരു സുഹൃത്ത് എന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി തന്ന് ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ ഏകദേശം 1 മണി ടു 1:30 മണി ആണ് ഇനി അടുത്ത ബസ് ഉള്ളത്. നമുക്കറിയാം കെ എസ് ആർ ടി സിന്റെ അപ്പത്തെ അവസ്ഥ. എന്നാൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ അവസ്ഥ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അത്ഭുതവും ദേഷ്യവും സങ്കടങ്ങളും എല്ലാം വരും. പക്ഷെ ഞാൻ അതിനൊക്കെ ക്യാമാൻകോയിട്ട് ആ ഇമോഷനിലെ പുറത്തുള്ള സംഭവങ്ങളെ നമ്മളെ ഉള്ളിലേക്ക് എടുക്കാതെ ഞാൻ അതിനെ എന്ത് ചെയ്തു, ഉള്ളിലേക്ക് വെച്ച് ഞാൻ അതിനെന്ത് ചെയ്തു, ഉള്ളിലേക്ക് എടുത്തില്ല, ഞാൻ അതിനെ പുറത്ത് തന്നെ അതിനൊക്കെ കളഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ്, ഒരു എക്സ്പ്രസ് വന്നവിടെ നിന്നത്. അപ്പോൾ തിരൂരിലേക്ക് പോകുന്ന പല ആളുകളും അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് ഓൾറെഡി ബുക്ക്ഡ് ആണ്, ഇനി നമുക്ക് എന്തില്ല, സീറ്റില്ല. അതുകൊണ്ട് വളരെ കയർത്തിട്ടാണ്. കാരണം ആ രാത്രി ഒരു 12 മണി കൊക്കുള്ള അവരുടെ ആ ഒരു അവസ്ഥ വലിയൊരു അവസ്ഥ തന്നെയാണ്. കാരണം അവരോട് നമ്മൾ ശരിക്കും സത്യം പറഞ്ഞാൽ വളരെ ദയോട് കൂടിയിട്ട് വേണം പെരുമാറണമെങ്കിൽ. നമ്മൾ ഒരിക്കലും അവരോട് ദേഷ്യം പിടിക്കാനോ അല്ലെങ്കിൽ വാദപ്രതിവാദം നടത്താനോ നിൽക്കരുത്. കാരണം അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ ഭരണകൂടങ്ങളോ ഒക്കെയാണ് ഒരുക്കി കൊടുക്കേണ്ടത്. പിന്നെ അത്തരം ജനങ്ങൾ അവിടെ ഉണ്ടാവുമ്പോൾ ഇത്തരം ജനങ്ങൾ കെ എസ് ആർ ടി സി കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒരു തടിച്ചു കൂടിയിട്ടുണ്ടെന്നും അവരെ അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ട് സംവിധാനത്തിന്റെ തലപ്പത്തേക്ക് CMDയുടെ അടുത്താണെങ്കിലും മിനിസ്റ്ററുടെ അടുത്തേക്കാണെങ്കിലും ഒക്കെ എത്തിക്കേണ്ടത് നമ്മുടെ പ്രാദേശിക സംവിധാനങ്ങളും മറ്റു പോലീസ് സംവിധാനങ്ങളും എല്ലാവരുമാണ്. അപ്പൊ ഞാൻ ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോ ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്നു. അവരെല്ലാവരും തിരക്കും കഴിയുന്നത് വരെ ഞാൻ കാത്തിരുന്ന ശേഷം ഞാൻ ബസ്സിൽ കയറിയതിനു ശേഷം ഞാൻ ആ കണ്ടക്ടറോട് വളരെ സൗമ്യമായിട്ട് വളരെ ചിരിച്ചുകൊണ്ട് സാറേ നമുക്ക് തിരൂർക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് യാത്ര ചെയ്തൂടെ എന്ന് ചോദിച്ചു. ഒരു മിറാക്കിൾ സംഭവിച്ച പോലെ എന്റെയും അദ്ദേഹത്തിന്റെയും ആ ഹാർട്ട് ഒന്ന് കണക്ട് ആവുകയും അദ്ദേഹം എന്നോട് പറഞ്ഞു 17ാമത്തെ സീറ്റിൽ പോയിട്ടിരുന്നോ എന്ന് പറഞ്ഞു. ഞാൻ സന്തോഷത്തോടു കൂടി 17ാമത്തെ സീറ്റിൽ പോയിരുന്നു. കാരണം എനിക്കറിയില്ല അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന്. ആ സീറ്റ് എനിക്ക് തൽക്കാലം മറിച്ച് തന്നതാണോ എന്താണെന്നൊന്നും അറിയില്ല.
അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹം ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ 200 രൂപ കൊടുത്തു. 200 രൂപ കൊടുത്തു. അദ്ദേഹം എനിക്ക് 95 രൂപ എന്ന് പറഞ്ഞു. അദ്ദേഹം ഉണ്ട് ചില്ലറ ഭയങ്കര ശക്തമായിട്ട് ഒപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞു. കഷ്ടപ്പെടണ്ട, പ്രയാസപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം 5 രൂപ ചില്ലറ എടുത്ത് എനിക്ക് എന്ത് ചെയ്തു, എനിക്ക് തന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഞാനൊന്ന് റെസ്റ്റ് എടുത്തു. ഞാൻ പറയാം ഞാനൊന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്, അപ്പൊ തിരൂരെത്തിയാലൊന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇനി നിങ്ങളുടെ സീറ്റിലേക്ക് ആളുകൾ വരുന്നത് തിരൂരിൽ നിന്നാണ് പറഞ്ഞു. തിരൂരിൽ നിന്നാണ് പറഞ്ഞു. അപ്പൊ എനിക്ക് കൂടുതൽ സമാധാനപരമായി ഞാൻ എന്ത് ചെയ്തു, ഉറങ്ങി. സത്യം പറഞ്ഞാൽ തിരൂര് താഴെപ്പാലം എത്തിയിട്ട് മലബാർ ജ്വല്ലറിന്റെ ഒരു പിക്ചർ ഞാൻ കണ്ടു. പക്ഷെ ഞാൻ എന്നാലും ഉറക്കത്തില് ഒരു പാതി മയക്കത്തിലാണ്. ഈ കണ്ടക്ടറും ഉറക്കത്തിലാണ്. പക്ഷെ തിരൂരിൽ നിന്നുള്ള ആളുകൾ കയറിയത് കൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തിരൂരിൽ ഇറങ്ങാൻ സാധിച്ചത്. അപ്പൊ അവരെന്ത് ചെയ്തു, അപ്പൊ എന്നെ അവർ കയറിയപ്പോൾ അവർ കണ്ടക്ടറെ വിളിച്ചുണർത്തി. അവരെന്ത് ചെയ്തു, കയറിയ സമയത്ത് അവരെന്ത് ചെയ്തു, ഈ എൻ്റെ സീറ്റിലേക്ക് വരികയും എനിക്ക് അവിടുന്ന് ഇറങ്ങാനും സാധിച്ചു. തുടർന്ന് ഞാൻ എന്ത് ചെയ്തു, താഴെപ്പാലത്ത് നിന്ന് ഫോർസ മാളിലാണ് എൻ്റെ വണ്ടി ഇരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിരൂര് താഴെപ്പാലത്ത് നമുക്കറിയാം രാത്രിയായി കഴിഞ്ഞാൽ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു അതിപ്രസരണമാണ്. പക്ഷെ ഇപ്പൊ എന്തോ അവർക്ക് വലിയ കസ്റ്റമേഴ്സ് ഒന്നും ലഭിക്കുന്നില്ല. നമ്മൾ ആളുകൾ നമ്മളുടെ ബോധം കൂടുന്ന അടിസ്ഥാനത്തിലാണോ, അല്ലെങ്കിൽ തൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത് അടിസ്ഥാനത്തിലാണോ എന്താണെന്നറിയില്ല, അവർ ജസ്റ്റ് കാഴ്ചക്കാരായിട്ട് ആ ഒരു കുത്തണ സ്മെല്ലുള്ള ആ സ്പ്രേ അടിച്ചിട്ട് എൻ്റെ ഏഴ് അയലത്തു കൂടെ എനിക്ക് പോകാൻ സാധിക്കുന്നില്ല. ഞാൻ താഴേക്ക് നോക്കി ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ നടന്ന് ആ സമയം സിറ്റി ജംഗ്ഷനിൽ എത്തിയപ്പോഴുണ്ട് ഒരു ചെറിയ നായക്കൂട്ടം. ആ ചെറിയ നായക്കൂട്ടം ഒരു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അക്രമ സ്വഭാവം ഇല്ലെങ്കിലും അവരുടെ നിലപാട് പന്തിയല്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഉള്ളിൽ ഞാൻ ആ ധൈര്യത്തെ ഞാൻ എടുത്ത് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ധൈര്യത്തിന്റെ ആ ഒരു എനർജി, അതിന്റെ ഒരു തോട്ട്സും അതിന്റെ ഒരു ഹോർമോൺസും ഞാൻ പുറത്തു വിട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ എന്നോട് വളരെ ഒരു 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 പതിഞ്ഞ രൂപത്തിൽ, വല്ലാത്ത രൂപത്തിലല്ലെങ്കിലും ഒരു പതിഞ്ഞ രൂപത്തിലുള്ള പ്രതികരണം കണ്ടു. ഞാൻ അങ്ങനെ കയറി 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 പോയി. നമ്മളെ ഓവർ ബ്രിഡ്ജ് പാലത്തിന്റെ മേലെത്തിയപ്പോൾ ശക്തമായിട്ടുള്ള നായ്ക്കളുടെ കുര കേട്ടപ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അടുത്ത് വരുന്ന ഒരാളോട് അവരുള്ള ഒരു പ്രതികരണം ഞാൻ കണ്ടു. അപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ എന്താണോ നമ്മൾ പുറത്തേക്ക് വിടുന്നത് അതാണ് നമ്മളിലേക്ക് തിരിച്ചു വരിക എന്നുള്ള വലിയൊരു ബോധം എനിക്ക് കിട്ടുകയും തുടർന്ന് ഞാൻ അങ്ങനെ യാത്ര ചെയ്ത് ബസ് സ്റ്റാൻഡിലൂടെ പോയി ഞാൻ അങ്ങനെ ഫോർസ മാളിൽ എത്തിയപ്പോഴാണ് അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടത്. കാരണം 30ൽ കുറയാത്ത നായ്ക്കളുടെ വലിയ ഒരു സംഘം എന്തിനും തയ്യാറായിട്ട് ആ ഫോർസ മാളിന്റെ മുന്നിൽ നിൽക്കുന്നു. ഞാൻ എന്തു ചെയ്യും? പക്ഷെ എനിക്ക് ഇവിടുത്തെ ഈ എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും അതേ പ്രോസസ്സ് തന്നെ ശക്തമായ ബ്രീത്ത് ഇട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ ഉള്ള ആ ഒരു കെമിക്കലിനെ, ആ ധൈര്യത്തിന്റെ കെമിക്കലിനെ, അതേപോലെ തന്നെ കമ്പാഷൻ, കാരണം അവരും ഈ പ്രകൃതിയിലുള്ള ജീവികളാണ്, അവരോട് എൻ്റെ അനുകമ്പ, എൻ്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആ അനുകമ്പ ഞാൻ പ്രകടിപ്പിക്കുകയും അവര് പതുക്കെ എന്നാലും അവരുടെ ആ നൈസർഗിക സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അവരെ എന്നെ ഭയപ്പെടുത്താൻ നിൽക്കുന്നതിന് മുമ്പ് അവരെ അങ്ങോട്ട് ഭയപ്പെടുത്തുക എന്നുള്ള ഒരു പദ്ധതി എനിക്ക് ഉള്ളിൽ തോന്നുകയും ഞാൻ അവിടെ ഉണ്ടായിരുന്ന ചെറിയ ഒരു പരസ്യ ഫലകം എടുത്ത് ഞാനൊന്ന് തകരന്റെ ഒരു ഫലകം ഞാനത് എന്ത് ചെയ്തു, ആ ഇരുമ്പിൻ്റെ അത് ഇങ്ങനെ അടിച്ചപ്പോൾ അവർക്ക് ആ ഭയം ഇങ്ങനെ വന്നു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പലപ്പോഴും നമ്മൾ ശരിക്കും ഒരു ഭയത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറുമ്പോഴാണ് അവർ നമ്മളെ ഭയപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ആ ഏത് കാര്യത്തേക്കോട്ടെ, നമ്മൾ ഏത് പ്രവർത്തനം എന്ന് ഞാൻ പറയുമ്പോൾ ഞാനത് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കണം. ഏത് പ്രവർത്തനങ്ങളും നമ്മൾ ആളുകളുമായിട്ട് പറയുമ്പോൾ അവർ ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മളെ ഭയപ്പെടുത്തുമ്പോൾ നമ്മളെ ഉള്ളിലെ ഭയം ട്രിഗർ ചെയ്യുമ്പോഴാണ് ശരിക്കും അവർ നമ്മളുള്ളിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. നമ്മൾ ഒരു കമ്പാഷനോട് കൂടി അതോടൊപ്പം തന്നെ സ്നേഹത്തോടു കൂടി അപാര ധൈര്യത്തോടു കൂടി ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഉള്ളിൽ നിൽക്കുന്നതുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ മറ്റുള്ളവർക്ക് ഭയപ്പെടുത്താൻ സാധിക്കുന്നില്ല. അത് നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളിത് മനസ്സിലാക്കണം. നിങ്ങൾ എക്സ്പീരിയൻസുകൾ എന്നോടുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം സത്യത്തിൽ.
അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ അവരെനിക്ക് ചെറിയൊരു വഴി ഇങ്ങനെ ഒരുക്കി തരികയും ഞാൻ അങ്ങനെ ആ ഫോർസ മാളിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പതുക്കെ പോവുകയും അവിടെ നിന്ന് ഞാൻ എൻ്റെ വാഹനമെടുത്ത് ഞാൻ തിരിച്ച് പോരുകയുമാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടാതെ നമുക്ക് ആവശ്യമുള്ളതിലേക്ക് നമ്മൾ പോവുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത്. അപ്പോ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ജീവിതത്തിൽ ആവശ്യമുള്ളത്, എൻ്റെ കഴിവെന്താണെന്നോ അല്ലെങ്കിൽ എനിക്ക് അതിന് സാധിക്കുമെന്നോ അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നോ ഒന്നും വിചാരിക്കാതെ രാവിലെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് രാവിലെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് അത് ലഭിച്ചതുപോലെ അത് ഫീൽ ചെയ്യുക. എങ്ങനെയൊക്കെ അത് നടപ്പിലാക്കാൻ പറ്റും എന്നത് ജസ്റ്റ് ഡയറിയിൽ ഒന്ന് നോട്ട് ചെയ്യുക, ഇറങ്ങുക, പുറപ്പെടുക. അതിനുള്ള സംവിധാനങ്ങളും അതിന് നമുക്ക് പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കിക്കൂട്ടി നമുക്ക് ഭംഗിയായി നമ്മളുടെ ഓരോ കാര്യങ്ങളും നിർവഹിക്കാൻ സാധിക്കും. ഈ ഒരു വീഡിയോ, എൻ്റെ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണോ വേണ്ടത്, മാനസികമായിട്ടുള്ള മൈൻഡ് പവർഫുൾമായി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നോട് വാട്സപ്പുമായി എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ താഴെ എൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു.